ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു പ്ലേസിലേക്കാണ്. അതായത് ന്യൂജേഴ്സി തന്നെയുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കേപ്പ് വേ എന്നൊരു ബീച്ചിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതേ നമ്മളങ്ങനെ മനോഹരമായ വഴികളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഹൈവേയിലൂടെയും പോകാം, അതുപോലെ തന്നെ നമുക്ക് ഉൾവഴികളിലൂടെയും പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തേക്കണത് ഉൾവഴികളിലൂടെയാണ്. അപ്പോൾ ഇതേ പോകുന്ന വഴിയിൽ നമ്മൾ സ്നാക്സുകളൊക്കെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഹൈവേ കൂടി പോയാൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഉള്ളുവഴി കൂടി പോണത്. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി സ്ഥലമുണ്ട്. ഈ പോണ വഴിയൊന്നും ഞാൻ കൂടുതലൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ അതേ പോണ വഴിയിൽ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുണ്ടായിരുന്നു, പിന്നെ അടിപൊളി വെയിലുണ്ടായിരുന്നു. അങ്ങനെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അതേ ഇത് കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ചെറിയ ചെറിയ സ്ട്രീറ്റുകൾ അതൊക്കെ നമുക്ക് കാണാം. ഒക്കെ തന്നെ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്ലേസിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ കേപ്പ് വേയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോണ വഴിയിലുള്ള ചെറിയ ചെറിയ ഓരോ സ്ട്രീറ്റുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് നിറച്ച് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ബിൽഡിങ്ങുകൾ എല്ലാം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കേപ്പ് വേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു കണക്കിന് ഇതേ വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നടന്നാണ് കേട്ടോ ഇവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബീച്ചാണേ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി സ്ട്രീറ്റുകളും ഉണ്ട്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതേ എനിക്ക് കാണിക്കാനുള്ളത് ഇതുമാതിരത്തെ പൂക്കളാണ് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഈ സ്ട്രീറ്റിലൊക്കെ. എന്താ പറയുക, കൂടുതലും റോസാപ്പൂക്കളാണ് കേട്ടോ കാണാനുള്ളത്. നല്ല അടിപൊളി റോസാപ്പൂക്കൾ, നല്ല കളറിലുള്ളത്, പല കളറിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രീറ്റിൽ മൊത്തത്തിൽ ഇങ്ങനെ വിക്ടോറിയൻ രീതിയിലുള്ള വീടുകളാണ്. പല കളറിലുള്ള പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വീടുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത് നോക്കിക്കണ്ടേ, റോസാപ്പൂക്കൾ കണ്ടാൽ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാലോ അല്ലേ, എനിക്ക് പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോ എടുക്കാതെ പോവുക? എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നേരിട്ട് കാണാനായിട്ടൊരു ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്കത് കാണാൻ സാധിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതൊക്കെ എന്താ പറയുക, എനിക്കിത് വർണ്ണിക്കാനായിട്ട് അറിയില്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഇതുമാതിരത്തെ ഓരോരോ വീടുകളും നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്ന ഓരോരോ ഹോം സ്റ്റേ അതുമാതിരത്തെ ഓരോരോ വീടുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നടപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ പ്രധാന ബീച്ചുകളിൽ പെട്ട ഒന്നാണ് കേട്ടോ ഈ കേപ്പ് വേ ബീച്ച് എന്ന് പറഞ്ഞാൽ. വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഈ സ്ഥലത്ത്. ഒരുപാട് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നൊക്കെ നല്ല അത്യാവശ്യം തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരങ്ങളിലാണ് കൂടുതലും ആളുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലും സീ ഫുഡുകളാണ് കേട്ടോ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയണത്. അപ്പോൾ ഈ സ്ട്രീറ്റിലൂടെ കടന്നിട്ട് വേണം നമുക്ക് ബീച്ചിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതേ പോകുന്ന വഴികളിലാണ് കേട്ടോ ഇങ്ങനത്തെ വീടുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ ചിലത് റെസ്റ്റോറൻറ്റുകളായിരിക്കും, ചിലത് ഹോം സ്റ്റേ അങ്ങനത്തെയൊക്കെ ഓരോരോ വീടുകളായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഈ പറഞ്ഞ മാതിരി ഓരോരോ പൂക്കളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ ചെടി കണ്ടാൽ ശരിക്കും എന്തോ ചെമ്പകമരം പോലെ തോന്നും കേട്ടോ. പക്ഷെ അതൊന്നുമല്ല, എനിക്ക് അങ്ങനെ വെറുതെ ഇങ്ങനെ തോന്നിയതാണ്. അപ്പോൾ അതേ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കണത് ഇവിടുത്തെ ചെടികളെയും പൂക്കളെയാണ്
കേട്ടോ. അത് എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിക്കതിൻ്റെയും വീഡിയോകൾ ഞാനിതിൽ പകർത്തിയിട്ടുണ്ട്. പിന്നെ വീടുകളെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എന്താ പറയുക, വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നില്ല കേട്ടോ. അതുമാതിരത്തെ ഭംഗിയാണ് കാണാൻ. പിന്നെ നമുക്ക് മുയലുകളെ കണ്ടു. അങ്ങനെ മുയലുകളൊക്കെ അതിലൂടെ ഇങ്ങനെ ഓടണതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടാണ്. ജസ്റ്റ് ഞാൻ ആ നേരത്തെ കാണിച്ച കാറിൻ്റെ ആ സൈഡിലുണ്ടായിരുന്നേ ഒരു മുയൽ. അപ്പോൾ അതേ നമ്മളങ്ങനെ നേരെ എന്താ പറയുക ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പോൾ നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന ഭാഗത്ത് ഉണ്ടെങ്കിൽ പോലും ഇവിടെയൊക്കെ അത്ര തിരക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കണില്ല. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. അതേ നമ്മുടെ ബാക്കിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് സ്ട്രീറ്റിൽ കൂടി നടക്കാൻ. പിന്നെ അതുപോലെ തന്നെ ബീച്ചിൻ്റെ സൈഡായതുകൊണ്ടാണ് കേട്ടോ ഇവിടത്തേക്ക് ഈ മണ്ണിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഷെല്ലുകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു ഷെല്ലുകളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ കിടക്കണ കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ നടപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ചെറിയ ചെറിയ ഇങ്ങനെ മൂടൽമഞ്ഞൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ പുക പോലെ കാണുന്നത്, അതിങ്ങനെ മൂടൽമഞ്ഞാണ് കേട്ടോ. പക്ഷെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്തോ ഭയങ്കര മൂടൽമഞ്ഞ് പോലെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ തിരക്കിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ പോകുന്ന വഴിയിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളി റോസാ ചെടികൾ, റോസാ പൂക്കൾ ഇങ്ങനെ ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വളർത്തിയേക്കണത്. അതൊക്കെ നമുക്കിങ്ങനെ റോട്ടിലൂടെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ, ഫുള്ളിങ്ങനെ പൂക്കൾ. അപ്പോൾ ന്യൂജേഴ്സിയിൽ ആരെങ്കിലും ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വരാത്തവർ എന്തായാലും വന്നിട്ടുണ്ടാവണം. കാരണം വെച്ചാൽ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടാവണം. ഇനിയിപ്പോൾ അഥവാ വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് കാണണം കേട്ടോ. ഒരു അടിപൊളി പ്ലേസാണ് ഇത്. എന്താ പറയുക, വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സീസണാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് കണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതേ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തേക്കണം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ പാർക്കിംഗ് ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പൈസയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റോഡ് സൈഡിൽ ഇട്ടാലും അതിനും നമ്മൾ ഫീസൊക്കെ കൊടുക്കണം. അതിന് നമ്മൾ പാർക്കിംഗ് ഫീസൊക്കെ കൊടുക്കാനായിട്ട് പ്രത്യേക മെഷീനൊക്കെ അവിടെ റോഡ് സൈഡിൽ തന്നെ അവരിങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, ആകെ നമ്മൾ മുന്നോട്ട് നടക്കും തോറും ഇങ്ങനെ മഞ്ഞിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക കേട്ടോ. പോകമഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ആ സ്ട്രീറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരമായിട്ടോ നമ്മളിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വരുന്ന വഴിയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഏകദേശം ആ സ്ട്രീറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്ട്രീറ്റ്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റാണ് കേട്ടോ ഇത്. അപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണിൽ പെട്ടത് റോസാപ്പൂക്കൾ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല പിങ്ക് കളറിലുള്ള കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കൾ കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ സ്ട്രീറ്റാണ് ഇങ്ങനെ നീളത്തിൽ. ഇത് കണ്ടില്ലേ, നല്ല തിരക്കാണ് കേട്ടോ സ്ട്രീറ്റിൽ. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ റൈറ്റ് സൈഡിൽ കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്കാണ് എല്ലാ റെസ്റ്റോറൻറ്റിലും. അപ്പോൾ അതേ ഈ ഫ്രണ്ടിൽ തന്നെ ഇവിടുത്തെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട മെനു ആണെങ്കിൽ മാത്രം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങളപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ കയറാനായിട്ട്. ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്, നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം എന്നാലേ സീറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതേ ഞങ്ങളിതേ ഇവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക. കുറേ പേര് ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിക്കണ്. നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റ് അത് കണ്ടില്ലേ, നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങളിതേ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടോ നമുക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് കേപ്പ് മേ ഫിഷ് മാർക്കറ്റ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഇവിടെ കൂടുതലും സീ ഫുഡുകളായിരുന്നു കേട്ടോ അവിടുത്തെ മെനുവിലുണ്ടായിരുന്നതും. അങ്ങനെ നമ്മളിതേ നമ്മുടെ ഊഴം വന്നു, അവർ നമ്മളെ വിളിച്ചു, നമ്മളങ്ങനെ അകത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ അവർ പറയണ സീറ്റിലൊക്കെ തന്നെയാണല്ലോ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ പുറത്തും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ പക്ഷേങ്കിൽ അകത്താണ് ഇരുന്നത്. അപ്പോൾ അതേ നമ്മളങ്ങനെ സീറ്റിലിരുന്നു. അപ്പോൾ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഒരുപാട് സീ ഫുഡുകളുടെ ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ 3 ഐറ്റംസുകൾ മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളെന്താ പറയുക, പ്രൗൺസ്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ സാൽമൺ. ഈ 3 ഡിഷുകളാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ തന്നെയായിരുന്നു.
പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഫുഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അടിപൊളി ഫുഡായിരുന്നു. ഫിഷാണെന്നാണ് അവിടെ കൂടുതലും, ഫിഷ് ഐറ്റംസുകളാണ് കൂടുതലും അവിടെ ഉള്ളത്. നമുക്ക് ഈ സ്ട്രീറ്റിലൊക്കെ ഒന്ന് നടക്കാം. ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പരിസരവാസികളെക്കാളും കൂടുതൽ ടൂറിസ്റ്റുകളാണെന്നാണ് കേട്ടോ കണക്കിലൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് റെസ്റ്റോറൻറ്റുകളാണ്. പിന്നെ അതുപോലെ തന്നെ പബ്ബുകൾ, പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു നല്ല അടിപൊളി മ്യൂസിക്കുകളൊക്കെ ഉള്ള ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ടുക്ടുക്കുകളുണ്ട്, ബസ്സുകളുണ്ട്, പിന്നെ കുതിരവണ്ടികളുണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാം. പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട്. പക്ഷേ എങ്കിൽ നമുക്ക് എല്ലായിടത്ത് പോകാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർ ഏറ്റവും കൂടുതൽ ഫുഡായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഐസ്ക്രീമാണ് കേട്ടോ. ഇവരുടെ വീക്ക്നെസ് ആണെന്ന് തോന്നുന്നുണ്ട് ഐസ്ക്രീം. അപ്പോൾ അതൊക്കെ കഴിക്കണത് നമുക്കിങ്ങനെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൻ്റെ അകത്ത് കയറിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ കൂടുതലും ഡ്രസ്സുകളൊക്കെയാണ് ഉള്ളത്. നമ്മൾ സുവനീർ നോക്കാനാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡ്രസ്സിനൊക്കെ എല്ലാം തന്നെ നല്ല റേറ്റാണ്. കാരണം വെച്ചാൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അതേ ഈ ഭാഗം ഞാൻ എന്താ പറയുക, ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ക്യാമറയുടെ സെറ്റിങ്സ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രൈറ്റ്നെസ് കാണിക്കണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഈ സീനിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിയാവും. അപ്പോൾ അതേ നമ്മളങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് സുവനീറൊക്കെ വാങ്ങി. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ പിന്നെ വാങ്ങാൻ നിന്നില്ല. അതൊക്കെ എന്താ പറയുക, നല്ല റേറ്റാണ് കേട്ടോ എല്ലാ ഡ്രസ്സിനും. പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ ആ ഷോപ്പിലുണ്ട്. അപ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അതുമാതിരത്തെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടേക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ പോയിന്റുകളൊക്കെ അവരിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, അതിൻ്റെയൊക്കെ തിരക്കുകൾ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ബീച്ചിലേക്ക് പോകുന്ന പറയാനായിട്ട് ഇപ്പോൾ ഈ മൂടൽമഞ്ഞ് കാരണം ആ ഭാഗത്ത് ഇത്തിരി തിരക്കൊക്കെ കുറവായിരുന്നു. എങ്കിൽ പോലും നമ്മൾ പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പിന്നെ അങ്ങോട്ടൊന്നും പോകണ്ടേന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ നടക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ സ്ട്രീറ്റിൻ്റെ ഭാഗത്താണ്ടോ ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. ലൈക്ക് കൊടുക്കാൻ മറന്നു പോകരുതേ. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പ്രായഭേദമന്യേ എല്ലാവരെയും നമുക്കിവിടെ കാണാൻ സാധിച്ചായിരുന്നു കേട്ടോ. എന്താ പറയുക, പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു വീടിൻ്റെ അകത്ത് തന്നെ ഒതുങ്ങിക്കൂടണ ഒരു രീതിയല്ലേ നമ്മൾ കാണാറ്. പക്ഷേ എങ്കിൽ ഇവിടെയൊക്കെ എല്ലാവരും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വീൽ ചെയറിൽ പോലും ആളുകൾ ഇവിടെ വന്ന് കാഴ്ചകൾ കാണുക, ഫുഡുകൾ കഴിക്കുക, അതൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നും കേട്ടോ. അവരൊക്കെ ആ പ്രായത്തിലും ഇവിടെ വന്ന് അതൊക്കെ എൻജോയ് ചെയ്യുന്നത് കാണാനൊക്കെ രസമാണ്. അപ്പോൾ അതേ ഈ പോകുന്ന ഈ ഇതൊക്കെ ഈ സ്ട്രീറ്റിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കണുണ്ട്. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, പാർക്കിങ്ങിൻ്റെയൊക്കെ ഫീസിന് വേണ്ടിയിട്ടാണ്ടോ അവിടെ ഒരു കുറ്റി പോലെ ഇങ്ങനെ നിർത്തിയേക്കണത്. അതിൻ്റെ പാർക്കിംഗ് മെഷീനാണ് അത്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യണ കാണാൻ സാധിക്കും കേട്ടോ. ഗ്രൂപ്പായിട്ടും ഇങ്ങനെയൊക്കെ വന്നിട്ട്
എന്താ പറയുക, പാട്ട്, ഡാൻസ്, ഫുഡടി, അങ്ങനെ അതൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അവരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യണത് നല്ല രസമുണ്ട്, ഇങ്ങനെ ഫുള്ള് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസും കളികളൊക്കെ ആയിട്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ അതേ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനുള്ള സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് ആ ഓപ്പോസിറ്റ് സൈഡിലാണ് ബീച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആണ് ഇപ്പോൾ നടക്കണത്. അങ്ങനെ നമ്മളിപ്പോൾ അതേ വേഗം തന്നെ റോഡൊക്കെ ക്രോസ് ചെയ്തു. സിഗ്നലുള്ള കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റോഡൊക്കെ ക്രോസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മളങ്ങനെ വന്നു. നേരെ നമ്മളിനി ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇത് നോക്കിക്കണ്ടേ, ബീച്ചിലൊക്കെ ഇറങ്ങി ആകെ ഇങ്ങനെ മേലൊക്കെ നനഞ്ഞിരിക്കണവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുളിച്ച് ഫ്രഷ് ആവാനുള്ള ഏരിയ ആണ് കേട്ടോ. ഷവറൊക്കെയാണ് അവിടെ കൊടുത്തേക്കണത്. അപ്പോൾ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോഴേക്കും ആകെ പുകമഞ്ഞ് കൂടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ തിരക്കുകളൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഓരോരോ ഷോപ്പുകളാണ് വൈകിട്ട് സമയങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷേ ഇന്ന് എന്തോ ഇതൊന്നും ഓപ്പൺ അല്ല കേട്ടോ. ആകെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കണോണ്ടാണെന്നാണ് തോന്നണം. വലിയ തിരക്കുകളോ അങ്ങനെ ഒന്നും കണ്ടില്ല. ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് 1-2 പേരൊക്കെ അവിടെ വന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോയും വീഡിയോയും എത്ര എടുത്താലും ഒന്നും തെളിയണില്ല കേട്ടോ. ആകെ ഒരു പുക പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളും കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ നമ്മളവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആകെ പുക പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അതുപോലെ വല്ല തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ അവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് പോവുക കേട്ടോ. അപ്പോൾ ആ തിരിച്ചു പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതും ഇങ്ങനെ സ്ട്രീറ്റ് പോലെ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് ബീച്ചിലേക്ക് പോകാനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ ലോഡ്ജുകളൊക്കെ നമുക്കിങ്ങനെ കാണാം കേട്ടോ, ഈ ബീച്ചിൽ വരുന്നവർക്കൊക്കെ വേണ്ടി താമസിക്കാനായിട്ട്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ, ഇങ്ങനെ എന്താ പറയുക, ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. നല്ല പാട്ട് ഇങ്ങനെ വൈബൊക്കെ ആയിട്ട് ഡാൻസും പിന്നെ ക്യാമ്പ് ഫയറും അടിപൊളി മ്യൂസിക്കും ഒക്കെ നമുക്കിങ്ങനെ കാണാം കേട്ടോ റോട്ടിൽ കൂടി പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോകളൊക്കെ എടുത്താണ് നമ്മളിങ്ങനെ പോണത്. അപ്പോൾ എന്താ പറയുക, അടിപൊളി പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ ഇത്. എനിക്കിത് മുഴുവനായിട്ടൊന്നും പകർത്താനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആകെ ഒരു 2-3 മണിക്കൂർ മാത്രമല്ലേ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇത് പാർക്കിങ്ങിൻ്റെ ആ ഒരു ഫീ അടക്കണ ഒരു മെഷീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 2-2.5 മണിക്കൂറിൽ മീതെ ഉണ്ട് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു രാത്രിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ പകൽ ഇരുട്ടണത് ഒരുപാട് വൈകിയല്ലേ, അതുകൊണ്ടാട്ടോ നമ്മളറിയാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ തിരിച്ച്. അപ്പോൾ പിന്നെ പോകുന്ന വഴിയിൽ ഇത് കണ്ടില്ല, ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ കയറിയൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റീസൊക്കെ നമ്മൾ കണ്ടായിരുന്നേ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് വെറൈറ്റീസൊക്കെ അവിടെ കണ്ടായിരുന്നു ഐസ്ക്രീമിൽ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഐസ്ക്രീമൊന്നും വാങ്ങിയില്ല കേട്ടോ, പിള്ളേർക്കായിരുന്നു കൂടുതലും ഇൻട്രസ്റ്റ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ആ ഷോപ്പിൻ്റെ അകത്തിരുന്ന് കഴിക്കാൻ പുറത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇങ്ങനെ കുതിരവണ്ടിയിൽ ഓരോരോ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ പോണത് കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ചാർജാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പോണതിനൊക്കെ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ആസ്വദിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, എല്ലാം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്ന ചിലതൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. അതൊക്കെ ആട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയുടെ അടുത്ത് എത്തി. നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കണ കണ്ടില്ലേ, ഇതിപ്പോൾ അവിടെ ആ കേപ്പയിൽ വന്നേക്കണ ആളുകളുടെ വണ്ടികളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് എന്താ പറയുക, ഇനിയിപ്പോൾ ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കണം. കാരണം 2-2.5 മണിക്കൂർ യാത്രയുള്ളതല്ലേ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറൻറ്റ് ഇങ്ങനെ തപ്പി പോവുക കേട്ടോ. അപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വഴി തന്നെയാണ് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളുവഴിയൊന്നും പോകാനായിട്ട് നിന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, അങ്ങനെ നിർത്തി. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വേഗം തന്നെ അകത്ത് കയറി സീറ്റൊക്കെ കിട്ടിയായിരുന്നേ. അപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക പ്രായമായ ആളുകളാണ് കേട്ടോ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വാട്ടറൊക്കെ തന്നു. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിലല്ല ഇതുമാതിരി ഐസൊക്കെ ഇങ്ങനെ കുത്തി നിറച്ചാണ് കേട്ടോ ഇവർ വെള്ളമൊക്കെ തന്നത്. അങ്ങനെ നമ്മൾ 2 ഡിഷ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചിക്കൻ ചീസി ഫ്രൈസും അതുപോലെ തന്നെ ചിക്കൻ വിങ്സും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മളതെല്ലാം കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഈ രാത്രി നേരമായി കഴിഞ്ഞാൽ വേറെ റെസ്റ്റോറൻറ്റുകളൊക്കെ കിട്ടാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരു 8-8:30 കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഫുഡടിയൊക്കെ കഴിഞ്ഞു ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരുപാട് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ കേവ് വേല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ അമേരിക്കൻ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ, പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.